കുളത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുന്നി പടണിയണിയുടെ ആവേശോജ്വലമായൊരു സമരത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്ന ഈ യോഗത്തിൽ നാം ഒരുമിച്ച് കൂടിയത് അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു അവൻ്റെ നിരവധി നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗലോകത്ത് നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവരെയും നാം ഇഷ്ടപ്പെടുന്നവരെയും നമ്മെ പ്രിയം വെക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നാം ഉദ്ദേശിക്കുന്ന പ്രക്ഷോഭ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന വിധത്തിൽ മഹാനായ CM ഉസ്താദിൻ്റെ ഘാതകരെ പുറം ലോകത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും ചെമ്പരിക്ക ഖാളിയും മംഗലാപുരം, കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ദഅവ പ്രവർത്തനത്തിൽ വളരെ സ്വാധീനത്തോടുകൂടി ഇടപെടുകയും ചെയ്ത ബഹുഭാഷാ പണ്ഡിതൻ സ്വാത്വികവര്യൻ മഹാനായ CM ഉസ്താദ് ചെമ്പരിക്ക ഖാളി CM അബ്ദുൽ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു, അല്ലാഹു മഹാനവറുകളുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയും എന്തെങ്കിലും ജീവിതത്തിൽ വന്നുപോയേക്കാവുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു പൊറുക്കുകയും ചെയ്ത് സ്വർഗം അദ്ദേഹത്തിന് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9 വർഷം കഴിഞ്ഞിട്ടും അത് കൊലപാതകമാണ് എന്ന് നിജപ്പെടുത്താനോ ഘാതകരെ അറസ്റ്റ് ചെയ്യാനോ ഉത്തരവാദിത്തപ്പെട്ട അന്വേഷക സംഘം തയ്യാറാവാത്ത സാഹചര്യത്തിൽ CBIയുടെ ഉന്നത സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയുടെ ആഹ്വാനപ്രകാരം സമസ്തയുടെയും കീഴ്ഘടകങ്ങളുടെയും സംയുക്ത സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന സമരങ്ങളുടെ പ്രഖ്യാപനം നടത്തുന്ന പ്രക്ഷോഭ സംഘം സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ സമസ്തയും കാസർഗോഡ് ജില്ലാ SKSSF-ഉം സംസ്ഥാന SKSSF-ഉം മറ്റു പല സംഘടനകളും കാസർകോട്ടെ പൊതുവേദിയും പൗരസമിതിയും ആക്ഷൻ കമ്മിറ്റിയും പ്രതിഷേധ സമിതികളുമൊക്കെ ഒട്ടേറെ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സമസ്ത കേന്ദ്ര മുഷാവറ നേരിട്ടുകൊണ്ട് ഈ വിഷയത്തിൽ നടക്കുന്ന ആദ്യത്തെ പ്രക്ഷോഭ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നാളുകളെ കൊണ്ട് പഠിക്കുകയും ഇത്തരമൊരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് സുചിന്തിതമായ പഠനം ആവശ്യമാണ് എന്ന നിലക്ക് താമസം നേരിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ കൃത്യമായ പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഉലമാഇന് ബോധ്യപ്പെട്ട വസ്തുത, ബഹുമാനപ്പെട്ട CM ഉസ്താദിന്റെ കൊലപാതകം ശാസ്ത്രീയപരമായി അന്വേഷണം പോലും നടത്തിയിട്ടില്ല എന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമരം നടത്താൻ തീരുമാനിച്ചത്. അതിനടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ പ്രക്ഷോഭം വളരെ കൃത്യമായ ധാരണയും സുചിന്തിതമായ ആലോചനയും എടുത്ത ശേഷം നടക്കുന്ന സമരമാണ് എന്നതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
ഈ കേസ് തെളിയിക്കുന്നതുവരെ സമസ്ത പ്രക്ഷോഭ രംഗത്ത് ഉറച്ചു നിൽക്കും എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ലക്ഷ്യം കാണുന്നതുവരെ ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഘാതകർ ഏത് മാളത്തിൽ ചെന്നുകൊണ്ട് ഒളിച്ചാലും ഒരു മഹാനായ പണ്ഡിതനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൂട്ടുനിന്നവരും അതിന്റെ പ്രതികളുമായ സകലവിധ ആളുകളെയും പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ സമസ്ത സമരരംഗത്തു തന്നെ ഉണ്ടാകും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പ്രതികളെ പിടികൂടും എന്ന കാര്യത്തിൽ സമസ്തക്ക് സംശയമില്ല. എത്ര നാള് കഴിഞ്ഞാലും എത്ര കാത്തിരിക്കേണ്ടി വന്നാലും കൊലപാതകം എന്ന് പറയുന്ന കുറ്റകൃത്യം ചെയ്തവരെ അത് എത്ര തന്നെ സ്വാധീനത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിൽ പോലും ഒരു മഹാനായ പണ്ഡിതനെ കൊന്ന ഘാതകരെ കൊണ്ടുവരുന്നത് വരെ സമരം നമുക്ക് തുടരുക തന്നെ വേണം. അതുകൊണ്ട് ഈ സമരം വിജയം കാണുന്നത് വരെ സമസ്ത മുന്നോട്ടാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമസ്ത ഇടപെട്ട സകലമായ മേഖലകളും തെളിയിക്കപ്പെടുകയും ഒരുപക്ഷെ ഒരു കൊലപാതകം അന്വേഷിക്കണമെന്ന് പറയുന്ന സമരം ആദ്യമായി സമസ്ത മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വിജയം കാണും എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. അതുകൊണ്ട് ഈ സമരവുമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ എടുത്ത തീരുമാനപ്രകാരം ഈ സമരരംഗത്ത് കേരളത്തിലെ മുഴുവൻ ജനാവലിയെയും അല്ലെങ്കിൽ മുഴുവൻ സമൂഹത്തിന്റെയും പ്രതിഷേധം എന്ന നിലക്ക് കക്ഷി രാഷ്ട്രീയ മത ചിന്താഗതികൾക്ക് അതീതമായി ഇരകളുടെ കൂടെ നിൽക്കുക എന്ന പൊതു സമീപനത്തോടുകൂടി ചിന്തിക്കുന്ന സകല ആളുകളുടെയും പിന്തുണയോടുകൂടി ഒരു പൊതു സമരമായി തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. കാസർഗോഡ് ജില്ലയിൽ രൂപപ്പെട്ടു വന്ന പൊതുജനവികാരം പോലെ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഈ സമരം പൊതുജനങ്ങളുടെ പ്രതിഷേധമായിക്കൊണ്ട് തന്നെ ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് ഈ സമരം ഇത്രമേൽ പ്രൗഢമാകുന്നു അല്ലെങ്കിൽ ശ്രദ്ധേയമാകുന്നു എന്ന് ചോദിക്കുമ്പോൾ സമസ്തയെ പോലുള്ള ഒരു പണ്ഡിത സഭ ഇത് ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമാണ്, കേവലം ഒരു ഒറ്റപ്പെട്ട മനുഷ്യനെയോ ഏതെങ്കിലും കോണുകളിൽ ഒതുങ്ങുന്ന വ്യക്തിയെയോ ചേർത്തുകൊണ്ടല്ല ഈ കൊലപാതകം. കൊലപാതകം ആര് എവിടെ നടത്തിയാലും കുറ്റം കുറ്റം തന്നെയാണ്, ജീവൻ എല്ലാവർക്കും വിലപ്പെട്ടതു തന്നെയാണ്. എങ്കിൽ പോലും സമസ്തയുടെ ഉപാധ്യക്ഷനായ ബഹുമാനപ്പെട്ട CM ഉസ്താദ്, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അദ്ദേഹം ഒരു സ്വാത്വികനാണ്. ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, പാണ്ഡിത്യം കൊണ്ട് സമൂഹത്തെ തന്റെ ഇൽമിന്റെ വാതായനത്തിലേക്ക് കൊണ്ടുവരാൻ തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥക്ക് അദ്ദേഹം തന്നെ ഇട്ട പേര് എന്റെ കഥ വിദ്യാഭ്യാസത്തിന്റെയും എന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥക്ക് വിദ്യാഭ്യാസത്തിന്റെ പേര് കൊടുക്കാൻ മാത്രം മതഭൗതിക വിദ്യാഭ്യാസത്തോട് ചേർത്ത് ഒരു ജീവിതത്തെ സമർപ്പിക്കാൻ മാത്രം ഉജ്ജ്വലനമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട CM ഉസ്താദ്. സാധാരണ ഒരു പണ്ഡിതനല്ല. ഇതര ഭാഷകൾ അറബിയും ഉറുദുവും പാർസിയും ഇംഗ്ലീഷും മലയാളവുമെല്ലാം ചേർന്ന് തന്റെ രചനകൾ പോലും കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ബഹുഭാഷാ പണ്ഡിതൻ. പുതിയ സംസ്കാരങ്ങളും പുതിയ കാലാവസ്ഥകളും പുതിയ സമീപനങ്ങളും മനസ്സിലാക്കി കാലോചിതമായി പരിഷ്കാരങ്ങളെയും നവോത്ഥാനത്തെയും സ്വീകരിച്ച പണ്ഡിതൻ. ഗോളശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും അപഹാകമുള്ള പണ്ഡിതൻ.
ഭാഷാ പരിജ്ഞാനിയായ പണ്ഡിതൻ, അസാധാരണ പാണ്ഡിത്യമുള്ള ആ മഹാനായ പണ്ഡിത പ്രതിഭയെ എല്ലാത്തിനുമുപരി സമസ്തയുടെ കേന്ദ്ര മുഷാവറയുടെ ഉപാധ്യക്ഷൻ എല്ലാമായ ഒരു മഹൽ പണ്ഡിത ശ്രേഷ്ഠനെ കൊല്ലാൻ മാത്രം മുന്നോട്ട് വന്നവരുടെ കൈകളിൽ അമരേണ്ടതല്ല പരിശുദ്ധമായിരിക്കുന്ന പണ്ഡിതന്മാർ എന്നതുകൊണ്ട് ഈ പ്രതിഷേധം കേവലം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കേണ്ടതല്ല, ഒരു സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് മനസ്സിലാക്കി ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ ഇതിന്റെ രൂപപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഈ സമരം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ഒരുപക്ഷെ CBIക്ക് മാത്രമേ സംശയമുള്ളൂ. ജനങ്ങളുടെ മൊത്തമുള്ള വികാരം ഒരു സമൂഹം മുഴുവനും വിധി എഴുതുന്നു, അത് കൊലപാതകമാണ്. സംഘടനാപരമായി ബഹുമാനപ്പെട്ട CM ഉസ്താദിനോട് പ്രതിപക്ഷമായി പെരുമാറുന്നവർ പോലും ഇത് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ അവർക്കും തർക്കമില്ല. കാസർഗോഡുള്ള മുഴുവൻ ജനങ്ങളുടെയും പൊതുവായ വികാരം അത് കൊലപാതകമാണ് എന്ന് തന്നെയാണ്. കുറ്റമറ്റ വിധത്തിൽ അത് കൊലപാതകമാണ് എന്ന് തെളിയിക്കാവുന്ന സാഹചര്യ തെളിവുകൾ മുഴുവനും ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. പക്ഷെ CBIയെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ പോലീസ് തയ്യാറാക്കിയ FIRന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് 2 വട്ടം നാണം കെട്ടുപോകുന്ന നിലപാടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ചില ഹിഡൻ അജണ്ടയുടെ പിന്നിൽ, ദുഷ്ടലാക്കിന്റെ പിന്നിൽ, മുൻവിധിയുടെ ധാരണയിൽ CBI ഈ കേസിനെ ആത്മഹത്യയായി ചിത്രീകരിക്കാൻ കാണിക്കുന്ന നാടകം, അത് പൊതുജന സമക്ഷം പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ ചോദ്യത്തിന് മുമ്പിൽ CBI മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ കേന്ദ്രത്തിന്റെ CBIയുടെ ചരിത്രത്തിൽ വലിയൊരു നാണക്കേടാണ് 2 വട്ടം ഹൈക്കോടതി CBI സമർപ്പിച്ച കേസ് ഡയറി തിരിച്ചറിഞ്ഞു കൊടുത്തത്. കുറ്റമറ്റ വിധത്തിലല്ല അന്വേഷണം നടത്തിയത് എന്നും ശാസ്ത്രീയപരമായ ഒരു തെളിവ് പോലും ഇത് ആത്മഹത്യയാണെന്ന് തെളിയിക്കുന്നതിലേക്ക് CBI സമർപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് 2 തവണ കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന ജഡ്ജ്മെന്റ് CBIയുടെ മുമ്പിലേക്ക് അത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ CBIയുടെ ചരിത്രത്തിന് ഇത് നാണക്കേടല്ലേ? വീണ്ടും അത് ആത്മഹത്യയാക്കണമെന്ന നിർബന്ധം എന്തുകൊണ്ട് CBIക്കുണ്ടായി? ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചു. ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ, കാസർഗോഡ് DYSP ആയിരുന്ന ഹബീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ ആദ്യം ഈ കേസ് അന്വേഷിച്ച സമയത്ത് യാതൊരു തെളിവും നിരക്കാൻ കഴിയാതെ ബുറുദയുടെ ഒരു ബെയ്ത്തിന്റെ ശകലങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്തത് പൊക്കിക്കാണിച്ചുകൊണ്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആത്മഹത്യയാണ് എന്ന് വിളിച്ചു പറയാൻ കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയേക്കാൾ അപ്പുറത്ത് നാണിപ്പിക്കുന്ന വിധത്തിലേക്ക് സാക്ഷാൽ ഹബീബ് റഹ്മാൻ അധപ്പതിച്ച സമയം വിസ്മരിക്കാൻ കഴിയില്ല. ചോദ്യങ്ങളുടെ ശകരങ്ങൾ അദ്ദേഹത്തിന് ഉയർന്നു വന്നു. പത്രങ്ങൾ മുഴുവനും അദ്ദേഹത്തോട് ചോദിച്ചു, മരിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ തെങ്ങിന്റെ മണ്ടയിൽ പോലും കയറും എന്ന് പറയുന്ന വിദണ്ഡവാദമാണ് സാക്ഷാൽ ഹബീബ് റഹ്മാൻ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം നിരത്തിയത്. ഹബീബ് റഹ്മാൻ ഈ കേസ് അന്വേഷിച്ച സമയത്ത് ഇത് ആത്മഹത്യയാണ് എന്ന് ചിത്രീകരിക്കാൻ മാത്രം അദ്ദേഹത്തിന്റെ മുൻവിധി എന്താണ്? മരണത്തിൽ അസ്വാഭാവികതയുണ്ട്, അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കൊലപാതകം നടന്നിട്ട് മണിക്കൂറുകൾ പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആത്മഹത്യയാണെന്ന് വിളിച്ചു പറയാൻ മാത്രമുള്ള ചേതോവികാരം എന്താണ്? അന്വേഷണം നടത്തണമെന്ന് പറയണം, മരണത്തിൽ അസ്വാഭാവികതയുണ്ട് എന്ന് പറയണം, ദുരൂഹതയുണ്ട് എന്ന് അറിയണം, കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് പഠിക്കണം. ഈ നിഗമനങ്ങളൊന്നും നടത്താതെ മരണപ്പെട്ട മയ്യത്ത് ഖബറിലെത്തുന്നതിന് മുമ്പേ പത്രക്കാരന് മുമ്പിൽ ഞെളിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞത് ഹബീബ് റഹ്മാൻ അത് ആത്മഹത്യയാണ് എന്നാണ്.
എനിക്ക് കിട്ടേണ്ടത് കിട്ടി. എന്താണ്? ബുർദയുടെ ഒരു ബൈത്തിന്റെ ശകലം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് മാത്രം ഒരു അഫിഡവിറ്റായി സമർപ്പിച്ച്, എവിഡൻസായി സമർപ്പിച്ച് ഹബീബുർ റഹ്മാൻ അന്ന് കേസ് FIR തയ്യാറാക്കിയ സമയത്ത് ഉയർന്നു വന്ന ചോദ്യം, ആ ചോദ്യങ്ങൾ തന്നെയാണ് CBIയുടെ മുമ്പാകെ ഇന്നും ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഹബീബുർ റഹ്മാന്റെ നിഗമനത്തിന്റെ പുറത്തേക്ക് CBIയും അവരുടെ ഭാഷയിൽ യാതൊരു തെളിവും ഇത് ആത്മഹത്യയാണ് എന്നതിലേക്ക് സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ശാസ്ത്രീയപരമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും നടത്തിയിട്ടില്ല. നിഗമനങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഭാവനകളുടെയും ഊഹങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല CBI കേസ് ഉണ്ടാക്കേണ്ടത്, മറിച്ച് ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഖജനാവിന്റെ പണം വാങ്ങി ശമ്പളം പറ്റുന്ന ആളുകൾ ഉറക്കം നടിച്ചുകൊണ്ടല്ല ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യേണ്ടത്. വളരെ കുറ്റമറ്റ വിധത്തിൽ ഈ കേസിനെ സമർപ്പിക്കേണ്ടതിന് പകരം CBI ആണെങ്കിലും ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു കേരളത്തിന്റെ ഉജ്ജ്വലമായ ഒരു പണ്ഡിത സഭയുടെ ഉപാധ്യക്ഷൻ എന്ന നിലക്കും ആത്മഹത്യ എന്ന് പറയുന്ന കൊടും കുറ്റം ചെയ്യാൻ യാതൊരു സാഹചര്യമില്ലാതെ ജീവിതത്തിന്റെ ഉടനീളം ആത്മീയമായി ജീവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ, ഒരു പണ്ഡിതനെ ആത്മഹത്യയാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനവികാരത്തിലപ്പുറത്ത് സമൂഹത്തിലുണ്ടാകുന്ന പൊതുവായ തെറ്റായ ധാരണകൾ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം CBI മനസ്സിലാക്കേണ്ടതായിരുന്നു. ഹബീബുർ റഹ്മാൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിനോട് ചേർത്ത വിശ്വാസത്തോട് തരിമ്പിന്റെ പ്രതിബദ്ധത പുലർത്തിയിരുന്നുവെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. 2010 ഫെബ്രുവരി 15-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. ബഹുമാനപ്പെട്ട CM ഉസ്താദ് കൊല ചെയ്യപ്പെടുകയാണ്. കടലിൽ അദ്ദേഹത്തിന്റെ ജനാസ കണ്ടെത്തുകയാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളമാണ് കൊലപാതകത്തെ സംബന്ധിച്ചിടത്തോളമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു പണ്ഡിതന് പറയാൻ മാത്രം, ഒരു പണ്ഡിതന്റെ ജീവിതം എത്രമാത്രം വിശുദ്ധമാണ് ആർക്കും അറിയാമല്ലോ. CM ഉസ്താദിന്റെ ജീവിതം വിശുദ്ധ ഖുർആൻ പറയുന്നത് ലാ തൽഖു ഐദിയക്കും ഇലാ തഹ്ലുകത്തി, നിങ്ങളുടെ ജീവിതത്തെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിക്കരുത്, ആ ശരീരത്തെ നശിപ്പിക്കുന്നതിലേക്ക് പ്രേരിപ്പിക്കരുത്, ഹലാക്കുണ്ടാക്കരുത്, ജീവിതത്തെ സ്വമേധയാ നശിപ്പിക്കരുത് എന്ന ഖുർആനെ വ്യാഖ്യാനിച്ച് നിരവധി പണ്ഡിതന്മാർക്കും മുതഅല്ലിമീങ്ങൾക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്ന പണ്ഡിതൻ. അങ്ങനെ വിശുദ്ധനായി ജീവിക്കുന്ന ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യും? ഞങ്ങളുടെ മുമ്പിലുള്ള ഏക തെളിവ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യമാണ്. ഇത് ആത്മഹത്യ അല്ല എന്നതിലേക്ക്. കാരണം CBI തന്നെ അവരുടെ കുറിപ്പിൽ തയ്യാറാക്കിയ സന്ദർഭത്തിൽ പറഞ്ഞത് ഫെബ്രുവരി മാസം 5-ാം തീയതി അദ്ദേഹത്തിന്റെ കാറിന്റെ ലോൺ അടച്ചു തീർത്തത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തയ്യാറായി എന്നതിലേക്കുള്ള സൂചനയാണത്രേ. മരിക്കാൻ പോകുന്ന മനുഷ്യൻ കാറിന്റെ ലോൺ അടച്ചു തീർത്തു എന്ന് പറയുന്നത് ഹക്കിടപാട് പൂർത്തിയാക്കുന്നു എന്ന് പറയുന്ന ഒരു കടമ നിർവഹിച്ചതാണല്ലോ. അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കണമെന്നുള്ള ഒരു ബോധമുള്ളൊരു മനുഷ്യൻ കാറിന്റെ ലോൺ അടച്ചു തീർക്കുന്നതിനേക്കാൾ അതിന്റെ ലോൺ അടക്കാതിരിക്കുക എന്ന് പറയുന്ന പാപത്തേക്കാൾ വലിയ പാപമാണ് സ്വന്തം ശരീരത്തെ കൊലപാതകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്ന പാതകം എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് CBIക്ക് സാധിച്ചില്ല? വണ്ടിന്റെ ലോൺ അടച്ചു തീർക്കുക എന്ന് പറയുന്ന പ്രതിബദ്ധത അത് ഹക്കിടപാടാണ്, സമൂഹവുമായി ബന്ധപ്പെട്ടതാണ്. അത് ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്ന ഒരു പണ്ഡിതൻ ചെയ്യേണ്ട കടമയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ അപ്രീതിയാകുന്ന ആത്മഹത്യ സമ്പാദിക്കാൻ എങ്ങനെ ഒരു പണ്ഡിതന് സാധിക്കും എന്ന ചിന്തയിലേക്ക് എന്തുകൊണ്ട് CBI പോയില്ല? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇത് ആത്മഹത്യയാണെന്ന് പറയാനുള്ള തെളിവ് CBIയുടെയും ലോക്കൽ പോലീസിന്റെയും മുമ്പിലുള്ളത് എന്താണ്? സാഹചര്യമാണ്, കൊലപാതകമാണ് എന്നതിന് വ്യക്തമായത് ഇല്ല. കൊലപാതകമാണ് എന്ന് വ്യക്തമായ തെളിവില്ലാത്തതെല്ലാം ആത്മഹത്യയാണ് എന്ന് പറയുന്നതിന് തെളിവാണോ?
കൊലപാതകമാണ് എന്നതിന് തെളിവായി CBI കിട്ടുന്നില്ലെങ്കിൽ കിട്ടാത്തതൊക്കെ ആത്മഹത്യയാണോ? ഒരുപക്ഷെ ദുരൂഹ മരണം, അതല്ലാതെ ആത്മഹത്യയാണെന്ന് പറയാനുള്ളതിന്റെ തെളിവ് സമർപ്പിക്കാതെ കേവലം ലോൺ അടച്ചു തീർത്തു എന്ന് പറയുന്ന ഒരു തുരുപ്പിച്ചിട്ട് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹബീബുർ റഹ്മാൻ കണ്ടെത്തിയ ബുർദയുടെ ബെയ്ത്ത് ഇന്ന് CBI അന്വേഷിച്ചപ്പോൾ അവർക്കത് ബോധ്യപ്പെടാൻ സാധിച്ചില്ലല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെടാൻ സാധിച്ചില്ലല്ലോ. ലോക്കൽ പോലീസിന്റെ മുമ്പിൽ ആത്മഹത്യയാണ് എന്ന തെളിവ് ബുർദന്റെ ബെയ്ത്താണ്. ആ ബെയ്ത്തും ആ പദ്യശകലങ്ങളും മറ്റു ബോഡികളെ ഒരാളുടെ മുമ്പിലും അത് ആത്മഹത്യയാണ് എന്നതിലേക്ക് തെളിയിക്കാൻ വസ്തുതയല്ല. പിന്നെയോ മറ്റൊരു തുരുപ്പിച്ചിട്ട് കാറിന്റെ ബാധ്യത തീർത്തുകൊണ്ട് അദ്ദേഹം സ്വയം തയ്യാറായി കൊലപാതകമാണ് എന്നതിലേക്ക് തെളിവില്ല, അതുകൊണ്ട് ആത്മഹത്യയാണ്. ഈ വിധം പറയാൻ മാത്രം CBIക്ക് എങ്ങനെ സാധിച്ചു? ഒന്നാം ഘട്ടം ഇത് അന്വേഷിച്ചത് നന്ദകുമാർ എന്ന് പറയുന്ന പ്രോജ്വലനായ CBI ആണ്. CBI ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പ്രബുദ്ധനായിരിക്കുന്ന നന്ദകുമാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിച്ചു. ആ കേസ് അന്വേഷിച്ച സമയത്ത് അത് കൊലപാതകമാണ് എന്നതിലേക്കുള്ള വ്യക്തമായിരിക്കുന്ന എവിഡൻസ് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഫയൽ ക്ലോസ് ചെയ്യാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവേ എന്തുകൊണ്ടാണ് കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്ന അദ്ദേഹത്തോട് ഇനി ഉടുത്ത മുണ്ട് പോലും മാറാതെ കൊച്ചിയിലേക്ക് വണ്ടി കയറണമെന്ന് CBIയുടെ ഡയറക്ടർ ആവശ്യപ്പെടാനുള്ള കാരണം? ആദ്യം അന്വേഷിച്ച നന്ദകുമാറിന്റെ കേസ് എവിടെ? ആ ഫയൽ എന്തുകൊണ്ട് പൂട്ടപ്പെട്ടു? അതെന്തുകൊണ്ട് വെളിച്ചം കാണുന്നില്ല? ആ അന്വേഷണം നടത്താൻ, അത് പൂർത്തിയാക്കാൻ പോലും സാധിക്കാതെ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചതിന്റെ ഛേദവികാരം എന്താണ്? അതിന്റെ ശേഷം പിന്നീട് ചുമതലപ്പെട്ട CBIയുടെ ഉദ്യോഗസ്ഥന്മാർ 2 തവണ സമർപ്പിച്ചിട്ടുള്ള FIR, 2 തവണ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിലാണ് പറയുന്നത് ഇത് കൊലപാതകമാണെന്ന്. നന്ദകുമാർ അന്വേഷിച്ച ഫയൽ എവിടെ? എന്തുകൊണ്ട് അദ്ദേഹത്തിന് അന്വേഷണം പൂർത്തിയാക്കാൻ CBIയുടെ ഡയറക്ടർ അനുവദിച്ചില്ല? ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ CBI മറുപടി പറയേണ്ടതല്ലേ? കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അത് ആത്മഹത്യയാണ് ഇങ്ങനെ ചിത്രീകരിക്കുകയും കൊലപാതകമാണ് എന്നതിലേക്കുള്ള സാധ്യതകൾ മുഴുവനും CBI അവഗണിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് എന്നതാണ് പൊതുസമൂഹത്തിന്റെ ചോദ്യം. സമർപ്പിച്ച ഒരു രേഖയിലും ശാസ്ത്രീയപരമായ ഒരു തെളിവ് പോലും അത് ആത്മഹത്യയാണ് എന്നതിലേക്കില്ല. ഭാവനകളും ഊഹങ്ങളും അല്ലല്ലോ നൽകേണ്ടത്, കൃത്യമായ ശാസ്ത്രീയപരമായിരിക്കുന്ന തെളിവല്ലേ? ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയാ ചോദിക്കുന്നത്, പ്രബുദ്ധമാർ സദസ്സിന്റെ മുമ്പാകെയാണ് ചോദിക്കുന്നത്. ഇത് കേവലം മുതലക്കുളത്ത് മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധമല്ല. ഇത് ലൈവായി സുപ്രഭാതത്തിന്റെയും SKSFന്റെ KCRന്റെയും ഒക്കെ ലൈവായി ലോകം മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ CBIയുടെ മുമ്പിൽ തന്നെ ഞങ്ങൾ ചോദിക്കുന്ന കാര്യം, ശാസ്ത്രീയമായ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട CM ഉസ്താദ് ആത്മഹത്യയാണ് ചെയ്തത് എന്ന് സമർപ്പിക്കാൻ CBIയുടെ മുമ്പിൽ ഉള്ളത്? ഒന്നും നൽകാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ കൊലപാതകം നടന്ന സ്ഥലത്ത്, CBI പറയുന്ന ആത്മഹത്യ നടന്ന സ്ഥലത്ത്, ആ പ്രദേശത്ത് കൊലപാതകം നടത്തുന്നതിന്റെ സംഭവത്തിന്റെ രാത്രി സമയത്ത് ഒരു വെളുത്ത കാർ വന്നുകൊണ്ട് നിർത്തുകയും ആ കാറിൽ വെച്ചുകൊണ്ട് അട്ടഹാസം മുഴുകുകയും ചെയ്തു എന്ന് പരിസരവാസികൾ പറഞ്ഞപ്പോ ആ കാർ എവിടെ നിന്ന് വന്നു? ആ വെളുത്ത അംബാസിഡർ കാർ എവിടെ നിന്ന് വന്നു? ആരുടെ കാറാണ്? അവിടെ കേട്ട അട്ടഹാസം, നിലവിളി ആരുടേതാണ് എന്ന ചോദ്യത്തിന് എന്തുകൊണ്ട് CBIയുടെ റിപ്പോർട്ടിൽ മറുപടി പറയുന്നില്ല? കാറിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണമില്ല. അവിടെ നടന്ന നിലവിളിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണമില്ല. റിപ്പോർട്ടിന്റെ ഭാഗത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം കാമ ഉച്ചരിക്കാൻ CBI തയ്യാറായിട്ടില്ല. അതോടൊപ്പം ഒരു കൊലപാതകം നടന്നാൽ, അല്ലെങ്കിൽ ഒരു മരണം നടന്നാൽ, ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണം നടന്നാൽ വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിക്കുക എന്ന പ്രാഥമികമായ ഒരു കർമ്മം പോലും നിർവഹിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല, CBIക്ക് പിന്നെയും സാധിച്ചിട്ടില്ല. വിരലടയാള വിദഗ്ധരെ സമീപിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
കൊലപാതകമാണ് അല്ലെങ്കിൽ ആത്മഹത്യയാണ് എന്ന് ആക്ഷേപിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇതിലേക്ക് തെളിക്കുന്ന വിരലടയാള വിദഗ്ധരെ കൊണ്ട് അന്വേഷണം നടത്താത്തത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്താൻ പോലും തയ്യാറാവാത്തത്? അതുപോലെ തന്നെ രാത്രി സന്ദർഭത്തിൽ ഈ സംഭവം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ കൊലപാതകം നടന്ന പ്രദേശത്തുണ്ടായിരുന്ന തൊഴിലാളികൾ അവരോട് തലേ ദിവസം നിങ്ങൾ നാളെ ഇവിടെ ജോലിക്കെടുക്കരുത്, അത് പിരിഞ്ഞു പോകണമെന്ന് പറയാൻ മാത്രം, അവിടെ പോലീസ് വരുമെന്നും കടപ്പുറത്ത് കൊണ്ട് അവിടെയുള്ളവർ മാറി നിൽക്കണമെന്നും മണൽ തൊഴിലാളികളോട് മണൽ വാരാൻ വന്നവരോട് പറയാൻ മാത്രമുള്ള ചേതോവികാരം എന്താണ്? ആ സന്ദർഭത്തിൽ അവിടെ നിന്നുകൊണ്ട് പൊതുജനങ്ങളെ മാറ്റിയത് എന്തുകൊണ്ട്? രാത്രി സമയത്ത് കടലിന്റെ മക്കളാകുന്ന ജനങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് അവരോട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചുവിടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ട്? അതേ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിന് CBI മറുപടി പറയണം. ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാവുന്ന വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പാറക്കെട്ടിന്റെ മുകളിൽ വെച്ചുകൊണ്ടാണ്. ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നുകൊണ്ട് തായോട്ട് ചാടിക്കൊണ്ടാണ് ആത്മഹത്യ നടന്നു എന്ന് സമീപിക്കുന്നത്. ഞങ്ങൾ അന്ന് ചോദിച്ചു, ഒരു മനുഷ്യൻ, അത് ബഹുമാനപ്പെട്ട CM ഉസ്താദ്, ഒരടി പോലും നടക്കാൻ സ്വന്തമായിക്കൊണ്ട് അദ്ദേഹത്തിന് കഴിവില്ല. കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരമുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക്. ഒരടി നടക്കാൻ കഴിയാത്ത ആള് കിലോമീറ്റർ നടന്നുകൊണ്ടെത്തുകയും കുത്തനെ കിടക്കുന്ന പാറക്കെട്ട് കയറിക്കൊണ്ട് അതിന്റെ മുകളിൽ ചെന്നെത്തിക്കൊണ്ട് താടി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് അസംഭവ്യമായ കാര്യമാണ്, മുഹാലായ ഒരു കാര്യമാണ്, സംഭവിക്കാത്തൊരു കാര്യമാണ്. ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പത്രക്കാർ ചോദിച്ചപ്പോൾ ഹബീബുർ റഹ്മാൻ പറഞ്ഞ മറുപടി, ആത്മഹത്യ ചെയ്യുന്നവർ തെങ്ങിന്റെ മണ്ടയിൽ പോലും കയറുമെന്നാണ്. ആത്മഹത്യ ചെയ്യുന്നവർ എത്ര ആൾ തെങ്ങിന്റെ മണ്ടയിൽ കയറിയിട്ടുണ്ട് എന്നതിന് സാക്ഷാൽ ഇയാൾ മറുപടി പറയേണ്ടതായിരുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരാളുടെ തുണയില്ലാതെ, ഒരു ഹാദിമിന്റെ പിൻബലമില്ലാതെ അദ്ദേഹം നടന്നു പോകാറില്ല. അർദ്ധരാത്രി സന്ദർഭത്തിൽ ഇത്രയും ദൂരത്തേക്കും ഉയരത്തേക്കും അദ്ദേഹം കയറി വന്നുകൊണ്ട് ചാടി എന്ന് പറയുമ്പോൾ, അഥവാ ചാടിയാൽ എത്ര വലിയ ആരോഗ്യ ദൃഢഗാത്ര ശരീരമുള്ളവർ ചാടിയാലും നേരെ കടലിലെത്താൻ കഴിയില്ല എന്നത് അവിടെ ചെന്ന് അന്വേഷിച്ചവർക്ക് അറിയാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിനീതൻ SKSFന്റെ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അവിടെ ചെന്ന് ആ കാര്യങ്ങളെല്ലാം പരിസരത്തുള്ള SKSFന്റെയും SYSന്റെയും പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് ആ പാറയുടെ മുകളിൽ ചെന്നുകൊണ്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ സാഹചര്യങ്ങളും തെളിവുകളും ഒരു നിലക്കും അത് ആത്മഹത്യയല്ല, കൊന്നുകൊണ്ടുപോയി കടലിൽ തള്ളിയതാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി കാസർഗോഡ് പ്രസ് ക്ലബിൽ വെച്ചുകൊണ്ട് ഈ സംഭവം കൊലപാതകമാണ് എന്ന് വിളിച്ചു പറയാൻ സാധിച്ചത്. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അനുമതിയോടുകൂടി നടത്തിയ അന്നത്തെ പത്രസമ്മേളനം ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, SKSF ആദ്യം തന്നെ പറഞ്ഞു, അത് കൊലപാതകമാണ്. ആ കൊലപാതകമാണ് എന്നതിലേക്ക് അന്വേഷിക്കണം. തെളിവ് ഞങ്ങളല്ല കണ്ടെത്തേണ്ടത്, ഉത്തരവാദിത്തപ്പെട്ട പോലീസാണ്, ക്രൈംബ്രാഞ്ചാണ്, പിന്നെ CBI ആണ്. അവരാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് കണ്ടെത്തിയ കാര്യം തന്നെയാണ്, ആ മലയുടെ പാറക്കെട്ടിന്റെ മുകളിൽ നിന്നുകൊണ്ട് ചാടിയാൽ എത്ര ആരോഗ്യമുള്ള അഭ്യാസി ചാടിയാലും മറ്റൊരു പാറക്കെട്ടിൽ തട്ടാതെ ഒരിക്കലും കടലിലെത്താൻ സാധ്യമല്ല. എന്നിരിക്കവേ എന്തുകൊണ്ടൊരു വയസ്സായ മനുഷ്യൻ, ഒരാളുടെ പിൻബലമില്ലാതെ കയറിപ്പോകാനും നടക്കാനും പറ്റാത്ത മനുഷ്യൻ, കണ്ണടയില്ലാതെ പകല് പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത മനുഷ്യൻ, ആ പണ്ഡിത ശ്രേഷ്ഠൻ എങ്ങനെ അവിടെ നിന്ന് ചാടി നേരെ കടലിലെത്തി എന്ന ഉജ്ജ്വലമായ യുക്തിസഹമായ ചോദ്യത്തിന് എന്റെ CBI മൗനം പാലിക്കുന്നത്? ആത്മഹത്യയാണെന്ന് പറയുന്നവർ എങ്ങനെ ചാടി, എവിടെ നിന്ന് ചാടി എന്നതിന് ചോദ്യത്തിന് മറുപടി പറയണ്ടേ? എന്റെ CBIയുടെ റിപ്പോർട്ടിൽ അത് കാണാൻ സാധിക്കാത്തത്? അസംഭവ്യമായ ഒരു കാര്യത്തെ സംഭവിച്ചു എന്ന് പറയുമ്പോഴുള്ള വിഡ്ഢിത്തം മറ്റെന്താണ്? അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശരീരത്തിൽ കണ്ടതായ പൊട്ടും പൊളിയും ആത്മഹത്യക്കല്ല, അക്രമത്തിനാണ് സാധ്യത എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിട്ടും
പോസ്റ്റ്മോർട്ടം നടത്തിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടർമാർ മുഴുവനും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പരിക്ക് കൊലപാതകത്തിലേക്ക് നയിച്ചതാണ് എന്നുള്ള ബോധ്യമുണ്ടായിട്ട് അത് ആത്മഹത്യയിലേക്കാണ് എന്ന് പറയാനും തെളിവില്ലാതെ ആരോപിക്കാനും എന്തുകൊണ്ട് CBI മുന്നോട്ട് വന്നു? അതുപോലെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI 2 തവണയാണ് കോടതിയുടെ മുമ്പാകെ നാണം കെട്ടത്. ഒരു പ്രാവശ്യം കൊടുത്തു, അത് CBI ശാസ്ത്രീയമായ തെളിവില്ല, അന്വേഷണം നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് CBI ചെയ്തത് വങ്കത്തമാണെന്ന് ആരോപിച്ചുകൊണ്ട് കോടതി തള്ളി. അതേ റിപ്പോർട്ട് തന്നെയാണ് വീണ്ടും CBI സമർപ്പിച്ചത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാമതും സമർപ്പിച്ചതും വീണ്ടും കോടതി തള്ളി. എന്താ കോടതി പറഞ്ഞത്? ശാസ്ത്രീയമായ അന്വേഷണം നടന്നിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? വീണ്ടും അത് കൊലപാതകമാണ്, ആത്മഹത്യയല്ല എന്നതിലേക്ക് ഞങ്ങൾ പറയാനുള്ള കാരണം, ഞങ്ങൾ എന്ന് പറയുന്നത് കേവലം അദ്ദേഹത്തിന്റെ സംഘടനാ ബന്ധുക്കൾ മാത്രമല്ല. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജീവിതത്തിന്റെ അന്വേഷണം, പ്രമാദമായ പല കേസുകളും തെളിയിക്കാൻ വേണ്ടി അന്വേഷണം തപസ്വായി സ്വീകരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ സുരേന്ദ്രനാഥ് ഇവിടെയുണ്ട്. അദ്ദേഹം ഒരുപാട് ഈ കേസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയ ആളാണ്. ഇതിന്റെ കേസ് ഡയറി നന്നായി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആളാണ്. കാസർകോട്ടെ പല കേസുകളും തെളിയിക്കുന്നതിൽ സമര പോർക്കളത്തിൽ തീപ്പന്തമായി മാറിയ പ്രിയപ്പെട്ട സുരേന്ദ്രനാഥ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളുണ്ട്, മറുപടി പറയാൻ CBI ബാധ്യസ്ഥരാണ്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളും ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. ഇതൊരു SKSFകാരന്റെ, SYSകാരന്റെ, CM ഉസ്താദിന്റെ ശിഷ്യന്റെ ചോദ്യമല്ല. ഇത് CM ഉസ്താദിന്റെ അനുയായിയുടെ ചോദ്യമല്ല. ഇത് കേരള ജനതയുടെ ചോദ്യമാണ്. ഇത് മനുഷ്യപക്ഷത്തിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ CBI ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന്റെ ജനാസ കണ്ടെത്തിയ സമയത്ത് അടിവസ്ത്രമില്ല, അദ്ദേഹത്തിന്റെ തലപ്പാവില്ല. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ ഇതേ സംബന്ധിച്ചിടത്തോളം ഒരു മുൻധാരണയില്ലാതെ പോകുമോ? അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചെരിപ്പും, അദ്ദേഹത്തിന്റെ കണ്ണടയും, അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കുന്ന വടിയും പാറക്കെട്ടിന്റെ മുകളിൽ സുഭദ്രമായി അടക്കി വെച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണടയല്ല, അദ്ദേഹത്തിന്റെ ചെരുപ്പും അദ്ദേഹത്തിന്റെ വടിയും പാറപ്പുറത്ത് അദ്ദേഹം സുഭദ്രമായി വെച്ചതായി കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു ആത്മഹത്യ ചെയ്യുന്ന ആൾ ഈ വിധത്തിൽ ചെയ്യാൻ പോകുന്നത്? കൊലപാതകമാകുന്നു എന്നതിന്റെ തെളിവല്ലേ അതൊക്കെ? തന്നെയുമല്ല, അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാൻ സാധ്യമാവാത്ത ഒരു കണ്ണട വെക്കാൻ അദ്ദേഹം പുറത്തിറങ്ങില്ല. കണ്ണട അദ്ദേഹത്തിന്റെ റൂമിലാണ്. ഈ വിധം അദ്ദേഹം നടക്കാൻ കഴിയാത്ത മനുഷ്യൻ സ്വമേധയ എങ്ങനെ പുറത്തിറങ്ങി നടന്നു? CBIയുടെ നന്ദകുമാറിന്റെ ബഹുമാന്യനായ ഹബീബ് റഹ്മാനോട് ഞങ്ങൾക്ക് ചോദ്യമുണ്ട്. തെങ്ങിന്റെ മണ്ടയിൽ കയറുമെന്ന് പറയുമ്പോൾ കണ്ണിന്റെ കാഴ്ചയും വികസിച്ച് കിട്ടുമോ? ഒരു ആത്മഹത്യ ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചാൽ ഇല്ലാത്ത കാഴ്ച കിട്ടും, അങ്ങനെ അയാളങ്ങ് പോകും എന്നാണോ? ഇതിന് മറുപടി പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ഞങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ആത്മഹത്യയാണ് എന്നെ തെളിയിക്കുന്നതിലേക്ക് നയിക്കുന്ന യാതൊരു തെളിവും CBI സമർപ്പിച്ചിട്ടില്ല. അത് കൊലപാതകമാണ് എന്നതിലേക്ക് നിരവധി തെളിവുകൾ ഉണ്ട് താനും. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കേരള ജനത മുഴുവനും അത് കൊലപാതകമാണ് എന്ന് പറയുമ്പോൾ, ആത്മഹത്യയാണ് എന്ന് പറയുന്ന CBI ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും ആവർത്തിച്ചുകൊണ്ട് തെറ്റായ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് തടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും സംസ്ഥ ആവശ്യപ്പെടുന്നത് CBIയുടെ നിലവിലുള്ള അന്വേഷക സംഘത്തെ മാറ്റി ഉത്തരവാദിത്തപ്പെട്ട ഉന്നതമായ ബോഡിയെ കൊണ്ട് വീണ്ടും CBI കേസ് അന്വേഷിക്കണമെന്നാണ്. കേരളത്തിൽ പ്രമാദമായ പല കേസും ആദ്യം CBI അന്വേഷിച്ചിട്ട് ആത്മഹത്യയാണ് എന്ന് വിധി പറഞ്ഞ പലതും വീണ്ടും അന്വേഷിച്ച സമയത്ത് കൊലപാതകമായി തെളിയിക്കപ്പെട്ട ചരിത്രം കേരളത്തിൽ നിരവധിയുണ്ടല്ലോ. അതിനെയൊക്കെ സാക്ഷ്യം വെച്ചുകൊണ്ട് ഇനി 9 വർഷമല്ല, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ശരിയെ കുടിച്ചു മൂടാൻ കഴിയില്ല,
സത്യത്തെ തച്ചുകെടുത്താൻ കഴിയില്ല. എത്ര ആവർത്തിച്ചു പറഞ്ഞാലും കളവ് കളവായി തന്നെ നിലകൊള്ളുന്നത് കൊണ്ട് സത്യം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്ന ബോധം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് സമസ്ത ആവശ്യപ്പെടാനുള്ള കാരണം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭ രംഗത്തിറങ്ങി വന്നു. കോർഡിനേഷൻ കമ്മിറ്റികളും ആക്ഷൻ കമ്മിറ്റികളും പ്രതിഷേധ സംഗമങ്ങളും നടന്നു. അതോടൊപ്പം തന്നെ SKSF സമരങ്ങളും നടന്നു. വീണ്ടും ഒരു സമരത്തിന് സമസ്ത മുന്നോട്ട് വന്നത് വളരെ സുചിന്തിതമായ പഠനം നടത്തിയതിന്റെ ശേഷം അത് കൊലപാതകമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുമാർ അവരവരുടെ ഇൽമും അവരവരുടെ ഉൾക്കാഴ്ചയും അവരവരുടെ ശാസ്ത്രീയപരമായ അന്വേഷണങ്ങളും ഒക്കെ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ അത് ഘാതകരാരാണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം CBIക്കുണ്ട്. അതുകൊണ്ട് അത് അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ അന്വേഷണത്തിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ആര് തന്നെ നിന്നാലും ശരി, എന്തെല്ലാം പുകമറകൾ സൃഷ്ടിക്കുന്ന ഊഹാപോഹങ്ങൾ ഉണ്ടെങ്കിലും ശരി, അതിനെയെല്ലാം സമസ്ത അവഗണിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കേസിൽ ഒരു മുൻവിധി എവിടെയും നടത്തിയിട്ടില്ല. ആരാണ് പ്രതി എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയോ സമസ്തയുടെ കീഴടങ്ങളോ മുൻവിധി നടത്തിയിട്ടില്ല. അത് പറയേണ്ട ഉത്തരവാദിത്തം സമസ്തക്കില്ല. സമസ്ത ആവശ്യപ്പെടുകയാണ്, അത് പറയേണ്ടത് CBI ആണ്. അതുകൊണ്ട് CBI അല്ലെങ്കിൽ ഉന്നതമായ ഒരു സീനിയർ ജഡ്ജിയെ മുൻപിൽ വെച്ചുകൊണ്ട് കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി മുന്നോട്ട് വരണം എന്നുകൂടിയുള്ള അന്വേഷണത്തെ സമരത്തിന്റെ ഭാഗമായി കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ആരന്വേഷിച്ചാലും ശാസ്ത്രീയപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കുറ്റമറ്റൊരു പരിശോധന അനിവാര്യമാണ്. ജനങ്ങളുടെ മുമ്പിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ ഡിപ്പാർട്ട്മെന്റുകൾ മുന്നോട്ട് വരണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരെയും സമീപിച്ചു. അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ മുമ്പാകെ, ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുമ്പാകെ, ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായ AB അബ്ദുറഹിമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി കാസർകോട് വന്ന സന്ദർഭത്തിൽ സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധികൾ അദ്ദേഹവുമായി സംസാരിച്ചു. അതോടൊപ്പം തന്നെ CBIയുമായി ബന്ധപ്പെട്ട് പലവരും ഈ അന്വേഷണം നടത്തി. ഇവിടെയെല്ലാം സമരത്തിന്റെ സമാധാനപരമായ എല്ലാ നീക്കങ്ങളും സമസ്ത പൂർത്തീകരിച്ചു. ഭൗതികപരമായ ബുദ്ധിപരമായ നീക്കം സമസ്ത ഇതിന്റെ പിന്നാലെ നടത്തി. ആ സമരങ്ങളെല്ലാം മുന്നോട്ട് തന്നെ പോകുന്നതിന്റെ കൂട്ടത്തിലാണ് ഗവൺമെന്റ് മാറി വന്ന സന്ദർഭത്തിൽ, പുതിയ ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുമ്പാകെയും രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് എന്ന പരിഗണന കൊടുത്തുകൊണ്ട് ആ സമിതിയുടെ ഗവൺമെന്റിന്റെ മുമ്പാകെയും CBIയുടെ അന്വേഷണം തൃപ്തികരമല്ലാതെ പോകുന്ന സമയത്ത് സമസ്ത ഇടപെട്ടു. നിയമവിദഗ്ധരുമായി സംസാരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തി. അതെല്ലാം സമസ്ത അതിൻ്റെതായ വിധത്തിലൂടെ ഉള്ളറകളിൽ സമരത്തിന്റെ, പ്രതിഷേധത്തിന്റെ, ആവശ്യത്തിന്റെ, വേവലാതിയുടെ, ആവലാതിയുടെ സകലമാന മേഖലകളും സമസ്ത മുന്നോട്ട് കൊണ്ടുപോയി. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൊലപാതകമായതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്വേഷണം നടത്തിയിട്ടതിന് ശേഷം ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു കാര്യത്തിൽ പ്രതിഷേധമായ, പ്രത്യക്ഷ പ്രക്ഷുബ്ധമായ ഒരു സമരത്തിന് സമസ്ത മുന്നോട്ട് വരികയുള്ളൂ. അതുകൊണ്ടാണ് 9 കൊല്ലം കഴിയുന്നു എന്ന് അമാന്തമല്ല, സുചിന്തിതമായ കാലയളവ് മാത്രമാണ് സമസ്ത 9 വർഷത്തെ വിലയിരുത്തുന്നത്. ഇതിലൊരു അമാന്തവും സമസ്തക്കില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉസ്താദുമാർ വളരെ വീര്യത്തോടെ, ആവേശത്തോടെ ഞങ്ങൾക്കെല്ലാം നൽകുന്ന നിർദ്ദേശമുണ്ട്. ഈ സമരത്തിൽ ഒരടി പിറകോട്ട് പോകാൻ നിങ്ങൾ മുന്നോട്ട് വരണ്ട. നിങ്ങൾ ഏത് അറ്റം സമരവുമായി മുന്നോട്ട് പോകേണ്ടി വന്നാലും നിങ്ങൾ മുന്നിലുണ്ടാവണം എന്ന അടിക്കടിയുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഉലമാക്കൾ യുവാക്കളായി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. കാസർകോട്ടെ സുന്നി പ്രവർത്തകന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു.
ആ വിധം എല്ലാ മേഖലകളിലും സമരവുമായി കൊണ്ട് തന്നെ സമസ്തയും SKSS മുന്നോട്ട് പോയി. എന്നാൽ CBIയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യക്ഷമായ സമരത്തിന് സമസ്ത ഇന്ന് മുതലക്കുളത്ത് തുടക്കം കുറിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സമരം കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു വസ്തുത CBIക്ക് ബോധ്യപ്പെടുകയും ഘാതകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാൻ മുന്നോട്ട് വരുന്നത് വരെ സമസ്ത ഈ സമരവുമായി തന്നെ മുന്നോട്ടാണ്. എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ കാര്യത്തിൽ ഒരു പക്ഷപാതപരമായ സമീപനം സമസ്തക്കില്ല. അന്ധമായ വിരോധം ഈ കാര്യത്തിൽ ആരോടുമില്ല. ഇന്ന് സമസ്തയുടെ ഉപാധ്യക്ഷന് നേരിട്ടതാണ് ഈ ദുരന്തമെങ്കിൽ നാളെ മറ്റു പ്രസ്ഥാനങ്ങളുടെയും നാളെ മറ്റു വ്യക്തികളുടെയും നേർക്ക് ഇതുപോലുള്ള ആക്രമങ്ങളുമായി ആര് കടന്നു വന്നാലും പ്രതിഷേധമില്ലാതിരുന്നാൽ അനുഭവിക്കേണ്ടി വരുമെന്ന ബോധത്തിൽ നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും സർവകക്ഷികളുടെയും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെന്നുകൊണ്ട് ഇരയുടെ പക്ഷം ചേരണം. ഒറ്റ ചിന്താധാരയിലൂടെ ഘാതകർക്കെതിരെ, ദുശക്തികൾക്കെതിരെ, ഇരുട്ടിന്റെ മറവിലെ ഘാതകർക്കെതിരെ, അക്രമികൾക്കെതിരെ, അതാരായിരുന്നാലും ശരി, അതേത് മാളത്തിലൊടുക്കാൻ കേൾപ്പുറ്റ ഗുണ്ടാ സംഘമായിരുന്നാലും ശരി, അവരെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവരുന്നത് വരെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ സമരം സമസ്തകൾ ജമീയത്തുലമ ആരംഭിക്കാൻ പോകുന്നതിൽ പ്രാർത്ഥനയും പ്രവർത്തനവും എല്ലാം നിങ്ങളുടെ ഭാഗത്തോട് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ അവരുടെ നയം വ്യക്തമായി ഇവിടെ വിശദീകരിക്കുമെന്നതുകൊണ്ട് തന്നെ വിശദമായ സംസാരത്തിലേക്ക് നമുക്ക് ഈ സദസ്സിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വേദിയിൽ സംബന്ധിച്ചുകൊണ്ട് അവരുടെ നിലപാടുകൾ പറയും. എല്ലാ കക്ഷികളും, കേരളത്തിലെ പ്രബുദ്ധരായ പ്രമുഖ മുഖ്യ കക്ഷികളെ മുഴുവനും, ഡൽഹിയെ പ്രതിനിധീകരിക്കുന്ന, പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധികളെ മുഴുവനും ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം വരും. അവരുടെ നിലപാടുകൾ അറിയാനുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ട്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഞങ്ങൾ വ്യക്തമായി ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഈ വിഷയത്തിലെ നിലപാട് എന്തെന്നറിയാൻ സുന്നികൾക്ക് ആവശ്യമുണ്ട്, ജിജ്ഞാസയുണ്ട് എന്ന കാര്യം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം കൂടി ഞങ്ങൾ നടത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമരത്തെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. മഹാനായ CM ഉസ്താദിന്റെ ഘാതകരെ കണ്ടെത്താനുള്ള സമരമായി ഈ വിഷയത്തെ അല്ലാഹു നമ്മിൽ നിന്നുകൊണ്ട് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.